എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മൾ പഠിക്കുക സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നതിനെക്കുറിച്ചാണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിന് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായിട്ടുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുക. അങ്ങനെ ആ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കുക. ആ ക്വാളിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുക. ഇൻഡസ്ട്രീസിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ച് പ്രതീക്ഷിച്ച അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുക. ഇത് പലപ്പോഴും ബിഗ് ഇൻഡസ്ട്രീസിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആ പ്രൊഡക്ഷൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അപ്രൂവ് ചെയ്ത് ആ പ്രോഡക്റ്റിൻ്റെ യഥാർത്ഥ ക്വാളിറ്റിയിലും നേച്ചറിലും സൈസിലും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും അതിൻ്റെ ടെക്നിക്കൽ എഫിഷ്യൻസി പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റേത് ഇംപ്രൂവ് ചെയ്യാനുമൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്നു. പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, എയർക്രാഫ്റ്റ്, റബ്ബർ, പെട്രോളിയം അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസിലും ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. Statistical quality control refers to the use of statistical methods in controlling the quality of manufactured products. It is the means of establishing and achieving quality specifications which requires use of statistical tools and techniques. It is an application of the theory of sampling and the theory of probability. It is a specialized techniques used to improve the technical efficiency of production process under mass production system. Next one is causes of variation in quality. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അത് ബിഗ് ഇൻഡസ്ട്രീസ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവാം. അത് ഒരേ മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ പോലും സ്ലൈറ്റ് ഡിഫറൻസസ് വരാം. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കാം. അപ്പം ഇങ്ങനെയുള്ള ആ വേരിയേഷൻസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സംഭവിക്കുക. റാൻഡം വേരിയേഷൻ, അതുപോലെ തന്നെ അസൈനബിൾ വേരിയേഷൻസ്. No two articles produced by the same machine are perfectly identical in measurable characteristics. Thus, variations are inherent and inevitable in every repetitive process in industry. These variations are grouped into two classes: random variations and assignable variations. First one, random variations or chance variation or uncontrollable variation. ഇത് സ്വാഭാവികമായും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള വേരിയേഷനാണ്. അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിൽ സ്ലൈറ്റ്
ഡിഫറൻസ് അതിൻ്റെ ക്വാളിറ്റിയിൽ സംഭവിക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ റാൻഡം വേരിയേഷൻ എന്ന് പറയുക. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. So, random variations may result from random combinations of circumstances that cause a slight difference in the individual units produced. These variations may be considered as simply a characteristic of the manufactured process. Next, assignable variations. Assignable variations is controllable variation. Assignable variations compare those that result from specified causes which can be identified. അതായത് നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഉപയോഗിക്കുന്നത് കൊണ്ടോ ക്വാളിറ്റി കുറഞ്ഞ ടൂൾസ് ഉപയോഗിക്കുന്നത് കൊണ്ടോ ഡിഫക്റ്റീവായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒക്കെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് സംഭവിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ അസൈനബിൾ വേരിയേഷൻസ് എന്ന് പറയുക. ഇങ്ങനെയുള്ള വേരിയേഷൻസ് തീർച്ചയായിട്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. The assignable causes can be identified and eliminated and have to be traced in any production process before the production becomes defective. അടുത്തതായി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുക. അതായത് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അതിൻ്റെ ഫോൾട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പരമാവധി സ്ക്രാപ്പ് വേസ്റ്റ് മുതലായവ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് എക്യുപ്മെൻറ്റ്സൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ അച്ചീവ് ചെയ്യാൻ അത് ശ്രമിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് അഷ്വർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആ ബെറ്റർ ക്വാളിറ്റിയിൽ എത്തിച്ചേരാനും ആ ക്വാളിറ്റി യൂണിഫോം ആയിരിക്കുക എന്നുള്ളതും ഉറപ്പുവരുത്തുക. Next one is uses of statistical quality control. Statistical quality control is a very important technique which is used to assess the cause of variations in the quality of the manufactured product. It enables us to determine whether quality standards are met without inspecting every unit produced in the process. It helps in direction, identification and elimination of the assignable causes whenever they are present. A production process is said to be in a stage of statistical control if it is operating on the presence of random causes only and is free from assignable causes of variation.
Next one is techniques of statistical quality control. Statistical quality control is done in two ways: process control and product control. First one is process control. എന്താണ് പ്രോസസ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക പല പ്രോസസ്സുകളിലൂടെയാണ്. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെയും ക്വാളിറ്റി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അഷ്വർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് പ്രോസസ് കൺട്രോൾ എന്ന് പറയുക. അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്വാളിറ്റി ഓരോ പ്രോസസ്സിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും അങ്ങനെ അത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റായിട്ട് മാറുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുന്നതിനെയാണ്. അങ്ങനെ വരുമ്പോൾ ഡിഫക്റ്റീവ് ഐറ്റംസ് പലപ്പോഴും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. The main objectives of any production process is to control and maintain a satisfactory quality level for its product. ഈ പ്രോസസ് കൺട്രോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്: സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ആൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ എന്ന് പറയുക നമ്മളുടെ ഔട്ട്പുട്ടിലുണ്ടാകുന്ന വേരിയേഷൻ ചാൻസ് കൊണ്ടോ അല്ലെങ്കിൽ റാൻഡമായിട്ടോ അല്ലെങ്കിൽ നോർമലായിട്ട് സംഭവിക്കുന്നതോ ആണ് എങ്കിൽ, അല്ലെങ്കിൽ റാൻഡംനെസ് വേരിയേഷൻ ആണ് എങ്കിൽ, അവിടെ സ്പെഷ്യൽ കോസുകളൊന്നും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ എന്ന് ആണ് പറയുക. അതേസമയം അതിൻ്റെ ഔട്ട്പുട്ടിൽ അസൈനബിൾ വേരിയേഷൻ, അതായത് സ്പെസിഫിക് കോസസ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും അത് റിമൂവ് ചെയ്തുകൊണ്ട് ഫർദർ പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നു എങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് ആണ് പറയുക. അതായത് റാൻഡം വേരിയേഷനിൽ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോളാണ്, അസൈനബിൾ വേരിയേഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള രീതിയിലുമാണ്. A process is said to be in a state of statistical control if the variation is attributable to chance only and no special cause can be pointed out. But when the process is out of control, it should be possible to locate specific causes for the variation and it should be possible to remove them to improve the future performance of the process. പ്രോസസ് കൺട്രോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പലപ്പോഴും കൺട്രോൾ ചാർട്ട്സ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെയാണ്. ദ പ്രോസസ് കൺട്രോൾ ഈസ് അച്ചീവ്ഡ് ത്രൂ ദി ടെക്നിക് ഓഫ് കൺട്രോൾ ചാർട്ട്സ്. അടുത്തത് പ്രോഡക്റ്റ് കൺട്രോളാണ്. ഇവിടെ സാമ്പിളിംഗ് ഇൻസ്പെക്ഷൻ പ്ലാൻസ് വഴി ഒരു പ്രോഡക്റ്റിൻ്റെ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തി അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന അഥവാ ചെക്ക് ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുക. അതായത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തുമ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസും പ്രിഫറൻസും അനുസരിച്ചാണോ ആ പ്രോഡക്റ്റ് വന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനികൾ ആ പ്രോഡക്റ്റ് സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന കമ്പനിയുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചാണോ ആ പ്രോഡക്റ്റ് ഉള്ളത് എന്നുള്ള രീതിയിൽ പ്രോഡക്റ്റുകളെ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തി ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുക. അവിടെ പ്രൊഡ്യൂസർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി അല്ല, മറിച്ച് കസ്റ്റമറുടെയും മറ്റ് കമ്പനികൾ
ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് ആ പ്രോഡക്റ്റ് റിസീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി എന്താണ്, അത് കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ അവിടെയും പ്രോഡക്റ്റുകൾ കൂടുതൽ ഡിഫക്റ്റീവ് ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. In product control, the producer wants to ensure himself that the manufactured goods are according to the specifications of the customers or receiving companies. Product control aims at guaranteeing a certain quantity level to the consumer regardless of what quality level is being maintained by the producer. In other words, it attempts to ensure that the product marketed for sale does not contain a large number of defective items. പ്രോഡക്റ്റുകളുടെയും പ്രോസസ്സുകളുടെയും പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് കൺട്രോൾ ചാർട്ട് എന്ന് പറയുക. ഈ കൺട്രോൾ ചാർട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് സ്വാഭാവികമായിട്ടും ചില പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷൻസും അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് പ്രോഡക്റ്റുകൾ വ്യത്യസ്ത പ്രോസസ്സുകളിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ചില വേരിയേഷൻസ് വരാം. ആ വേരിയേഷൻസ് വരുമ്പോഴും അവിടെ ഒരു ടോളറൻസ് ലിമിറ്റ് ഉണ്ടാകും. ആ ടോളറൻസ് ലിമിറ്റിൽ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നു. ടോളറൻസ് ലിമിറ്റിന് അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ അതിനെ വീണ്ടും റീവർക്ക് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. One of the most important tools of production management and the control of quality in the manufactured product is the control chart technique. A control chart is a statistical device used for the study and control of respective process. A control chart is a graphic method. It consists of 3 horizontal lines. First one, a central line, that is CL. Second one, upper control limit, that is UCL. And the third, lower control limit, that is LCL.